ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലാണ്. സ്പെൻഡ് ചെയ്യുന്ന ടൈമിന് 100% വെർത്തായിട്ടുള്ള ഒന്നാണ് സിനിമാജിക് എന്ന യൂട്യൂബ് ചാനലിലെ മഹാഭാരതം. കഴിഞ്ഞ 2 വർഷമായി സ്ഥിരമായി കാണുന്ന യൂട്യൂബ് ചാനലാണ് സിനിമാജിക്. സിനിമാജിക്കിന്റെ സ്ട്രെങ്തായി പറയേണ്ടത് ഗ്രാഫിക് വിഷ്വലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയ സ്റ്റോറി ടെല്ലിംഗുമാണ്. തുടക്കം മുതൽ വളരെ മികച്ച വിഷ്വൽ ക്വാളിറ്റിയും സ്റ്റോറി ടെല്ലിംഗും ഉള്ളതുകൊണ്ട് തന്നെ സിനിമാജിക്കിനെ യുണീക്കായി നിലനിർത്തുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ ക്രിയേറ്റീവാണ് 35 എപ്പിസോഡുള്ള മഹാഭാരതം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള പല സിനിമകളിലും കണ്ടിട്ടുള്ള ഒരു മഹാകാവ്യമാണ് മഹാഭാരതം. കുരു രാജവംശം പാരമ്പര്യമായി ഭരിച്ചുകൊണ്ടിരുന്ന ഹസ്തിനപുരത്ത് സന്തനു മഹാരാജാവിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. തുടർന്ന് നമുക്ക് പരിചയമുള്ളവരിലൂടെ കഥ മുന്നോട്ട് പോകുന്നു. ഭീഷ്മ, കൃഷ്ണൻ, ദ്രോണാചാര്യർ, കൗരവർ, പാണ്ഡവർ അങ്ങനെ നീളുന്നു കഥാപാത്രങ്ങൾ. ഓരോ കഥാപാത്രങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവരെ കൂടുതൽ ഇൻട്രസ്റ്റിംഗോടെ ഒരു സിനിമ ഹീറോയെ പോലെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ ചെറിയ സബ്പ്ലോട്ടിൽ കൂടി അഭിമന്യുവിനെ പ്രസന്റ് ചെയ്തതാണ്. കഥയുടെ തുടക്കം മുതൽ കർണനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തന്നെയാണ് പോകുന്നത്. എന്നാൽ ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്താണ് കർണനെ നമ്മൾക്കായി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് വാസ് ഗൂസ് ബംസ്. വളരെ മികച്ച ക്യാരക്ടർ ആർക്കുള്ളതായി തോന്നിയത് ദുര്യോധനാണ്. പൂർണ്ണമായി സത്യസന്ധനോ നീതിമാനോ അല്ല, എന്നാൽ സ്വന്തമായ തീരുമാനങ്ങളും നിലപാടുകളും അദ്ദേഹത്തിനുണ്ട്. മനുഷ്യനെ മനുഷ്യനെ തന്നെ കാണുക, എല്ലാവരും എതിർത്തിട്ടും കർണനെ ഉറ്റ സുഹൃത്തായി മരണം വരെ കൂടെ കൂട്ടുക. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാനത്തിൽ ഒറ്റയ്ക്കുള്ള യുദ്ധത്തിൽ ദുര്യോധൻ ഏറ്റവും ശക്തനായ ഭീമനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ശരികളുണ്ട്, ഒരു പ്യൂർ സോൾ ഉണ്ട്. ദുര്യോധനെ വളരെ മികച്ച രീതിയിൽ തന്നെ സിനിമാജിക് അവതരിപ്പിച്ചിരിക്കുന്നു. സ്റ്റോറി ടെല്ലിങ്ങിന്റെ കൂടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ വരുമ്പോഴാണ് ഒരു സിനിമാറ്റിക് ഫീൽ കിട്ടുന്നത്. എല്ലാവർക്കും ഇമോഷണൽ ആംഗിൾ കൊടുത്ത് ഹെവി ശ്ലോകങ്ങൾ അവോയ്ഡ് ചെയ്ത് സിമ്പിൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മഹാഭാരതം ബോറിംഗ് ലെക്ചർ പോലെ തോന്നാതെ ഇൻട്രസ്റ്റിംഗ് സീരീസ് പോലെ ഫീൽ ചെയ്യുന്നു. മഹാഭാരതത്തിലെ ക്യാരക്ടർ അനാലിസിസ്, കുരുക്ഷേത്ര വാർ എപ്പിസോഡ്സ്, കൃഷ്ണന്റെ ഡിവൈൻ ആംഗിൾ, ഹ്യൂമൻ ആംഗിൾ, സ്മോൾ അൺനോൺ സ്റ്റോറീസ്, അങ്ങനെ എല്ലാ മേഖലയിലും മികവ് പുലർത്തിയാണ് കഥ പറയുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന സിനിമാജിക് ടീം അഭിനന്ദനം അർഹിക്കുന്നു. സ്ക്രിപ്റ്റ്, ഡബ്ബിംഗ്, ഗ്രാഫിക്സ്, എഡിറ്റിംഗ്, മ്യൂസിക് എല്ലാവരുടെയും മാക്സിമം ഔട്ട്പുട്ട് ഇതിൽ നമുക്ക് കാണാൻ കഴിയും. എൻഡിങ്ങിൽ ഒരു ഹമ്മിങ്ങോടെ മഹാഭാരതം റീടോൾഡ് ബൈ സിനിമാജിക് എന്ന് എഴുതി കാണിക്കുമ്പോൾ ഒരു കംപ്ലീറ്റഡ് സാറ്റിസ്ഫൈഡ് ഫീൽ ലഭിക്കുന്നു. അതിന് കാരണം സ്റ്റോറി ടെല്ലിങ്ങിലൂടെ ഇത്രയും മികച്ചൊരു എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ടാണ്. മികച്ച സ്റ്റോറി ടെല്ലിംഗ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഗ്രാഫിക് വിഷ്വൽ എല്ലാം കൂടി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമാജിക് നമുക്ക് നൽകുന്നത്. മിത്തോളജി ലവേഴ്സിനും നോർമൽ വ്യൂവേഴ്സിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കൂ, ഒരിക്കലും നിരാശ ഉണ്ടാവില്ല.